ഹലോ ഗൈസ്, ദേ കിടക്കണ വീണ്ടും ഈ പഴം കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്. പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് ഞാൻ പഴ റോസ്റ്റായിട്ട് ഉണ്ടാക്കണത്. വേറെ ഒന്നല്ല, ഇപ്പോൾ ഈ പഴം ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. പഴുക്കണതും കാണില്ല, ഒന്നും കാണില്ല. പഴംപൊരി ഉണ്ടാക്കാനായിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇന്ന് ഞാൻ പഴ റോസ്റ്റ് ഉണ്ടാക്കാൻ ഓർത്തിട്ടോ. അപ്പോൾ പഴത്തിൻ്റെ തുണിയും വലിയൊക്കെ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നടുവിൽ തന്നെ ഒരു കുത്തങ്ങോട്ട് കീറി കൊടുത്തിട്ടുണ്ട്. കുത്തല്ല, കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കീറി കഴിഞ്ഞിട്ട് എന്താ, അപ്പോൾ തേങ്ങ ഇടാം, പഞ്ചസാര ഇടാൻ വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇടട്ടെ. എനിക്ക് ഇഷ്ടമല്ല ഏലക്കപ്പൊടി, അതുകൊണ്ട് ആ ഏലക്കപ്പൊടി ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് തേങ്ങയിലൊരു പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെനിച്ച പഴമുണ്ട്, ഞാൻ നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് നിറക്കാം, നല്ലോണം പള്ള നിറച്ച് അങ്ങോട്ട് കൊടുത്തായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൈദപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇട്ട് നല്ലോണം ഒന്ന് കലക്കി കൊടുത്തിട്ട് ആ പഴത്തിൻ്റെ മുകളിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഉടുപ്പിട്ട് കൊടുക്കുക. നമ്മൾ വലിച്ചൂരിയ തുണി വീണ്ടും ഇട്ട് കൊടുക്കുക. അത് തന്നെ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് കട്ടി വേണ്ട. അപ്പോൾ പിന്നെന്താ, ഓയിൽ ഒഴിച്ച് കൊടുക്കുക, പാൻ ചൂടാക്കുക. പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ ഈ കോട്ടിങ് അപ്പം തന്നെ ഒഴിച്ച് കൊടുക്കണം. പാത്രത്തിലോട്ട് വെച്ചിന് ആ പൊടിയൊക്കെ അങ്ങോട്ട് പാത്രത്തിൽ തന്നെ ആയിട്ട് പിന്നെ അതെല്ലാം പോവും. അപ്പോൾ ഇതാ, എന്നെപ്പോലെ മണ്ടത്തരം ആരും ചെയ്യരുത്. കാരണം കയ്യിൽ വെച്ചിട്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ തോന്നുന്നു. അടക്കളയും മെനക്കേടായി, എല്ലാം മെനക്കേടായിട്ടോ. കുറച്ചും കൂടെ വലിയ പാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിട്ടോ. ഇങ്ങനത്തെ മണ്ടത്തരം ആരും ചെയ്യരുത്. എനിക്ക് ഏതായാലും പറ്റിപ്പോയത് പറ്റി. അപ്പോൾ പറ്റേ പഴച്ചിട്ട് ചെറുതായതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വേറെ ഒന്നും പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങോട്ട് കോരി അങ്ങോട്ട് പ്ലേറ്റിലോട്ട് മാറ്റുക. രണ്ട് പഴമുള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാൽ. പിന്നെ മധുരം കുറച്ച് കുറവാണെന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കുറച്ച് മധുരമുള്ള പഴം എടുത്താൽ അടിപൊളിയായിരിക്കും. ഞാനങ്ങനെ മുറിച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പഴത്തിനോട് എന്തോ വൈരാഗ്യമുള്ള പോലെയാണ് ഞാൻ കട്ട് ചെയ്യണത്. അതുപോലെ തന്നെ വണ്ണാക്കിലോട്ട് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അണ്ടകാലം വരെ പൊള്ളിപ്പോയി. എൻ്റെ പൂവിന് ഒട്ടുക്കത്ത ചൂടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, അതിനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊക്കെ കുറച്ച് ഊതിയിട്ടായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവൾ തൻ്റെ തള്ളക്കം എന്തൊക്കെ വിളിക്കും. അങ്ങനത്തെ അവൾക്കും വായിലോട്ട് വെച്ച് കൊടുത്ത് ഞാനും തിന്ന്. അവൾ പിന്നെ എന്ത് കൊടുത്താലും സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാം. അപ്പോൾ സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പഴുപ്പ് കുറവാന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ.